വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ. T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശ ഫൈനലിനായി ഇന്ത്യയും ന്യൂസിലാൻഡും അല്പസമയത്തിനകം കളത്തിലിറങ്ങും. 6:30-ക്കാണ് ടോസ്. സഞ്ജുവിന്റെ തകർപ്പൻ ഫോമിൽ ആരാധകരും പ്രതീക്ഷ വെക്കുകയാണ്. കലാശപ്പോര് നടക്കുന്ന അഹമ്മദാബാദിൽ നിന്നും അനിൽ വാസ്തവ് ചേരുന്നു. അനിൽ, എല്ലാവരും ഇന്ത്യക്കും ജയം ഉറപ്പിക്കുന്നുണ്ട്. ഇക്കുറിയും പോയ 2 മത്സരങ്ങളെ പോലെ സഞ്ജു മിന്നിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ അതേപോലെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അനിൽ, ഈ ടോസ് എങ്ങനെയാണ് നിർണായകമാവുക? അവിടെ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ തിരഞ്ഞെടുക്കൽ ഉചിതം? അനിൽ, ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ആവേശക്കടലാണ് അഹമ്മദാബാദ്. ഈ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ഈ കാഴ്ച കാണുക. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാണികളുടെ അക്ഷരാർത്ഥത്തിൽ ഒരു നീലക്കടൽ തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അത് തന്നെയാണ് കാഴ്ച. ഏതാണ്ട് ഒരു ഉച്ച മുതൽ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ കാണികൾ ഇരച്ചെത്തുന്നു. അതിനകത്ത് ഒരു ഇടതടവുമില്ലാത്ത പോലെ കാണികൾ ഇരച്ചെത്തുകയാണ്. സ്റ്റേഡിയത്തിലും ഇതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി ചോദിച്ചതുപോലെ ടോസിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6:30-ക്കാണ് ടോസ്. ടോസ് നിർണായകമാണ്. ടോസ് കിട്ടിയാൽ എന്ത് തീരുമാനമെടുക്കുമെന്നതിൽ ഇരു ക്യാപ്റ്റന്മാരും ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ ടോസ് കിട്ടിയ ക്യാപ്റ്റന്മാരൊക്കെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കൂടുതലായും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കണ്ടത്. ബാറ്റ് ചെയ്ത ടീമുകൾ കൂടുതൽ വിജയിക്കുന്ന കാഴ്ചയും തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഡ്യൂ ഫാക്ടർ, അതായത് മഞ്ഞ് വീഴ്ച അതിനിർണായകം തന്നെയാണ്. ഈ കളിയെ മാറ്റിമറിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ചേസിങ്ങിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2023 ഏകദിന ലോകകപ്പിൽ ടോസ് അതിനിർണായകമായി ഇന്ത്യയുടെ തോൽവിയിലേക്ക് പോലും അത് വഴിവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അന്ന് ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയും ഇന്ത്യക്ക് വലിയൊരു സ്കോർ അടിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വന്നു. പക്ഷേ ഇത്തവണ പിച്ചൊരുക്കുന്നതിൽ അക്കാര്യത്തിൽ ഇന്ത്യൻ ടീം അല്ലെങ്കിൽ BCCI ഒരു നിർദ്ദേശം നൽകിയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റണ്ണൊഴുകുന്ന ഒരു പിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് സോയിലും ബ്ലാക്ക് സോയിലും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള അത്തരമൊരു പിച്ചാണ് ഇന്നത്തെ ഫൈനൽ മത്സരത്തിന്. വാങ്കഡയിൽ കണ്ടതുപോലെ 200-ന് മുകളിലുള്ള ഒരു സ്കോർ എന്തായാലും പിറക്കുമെന്ന് നമുക്ക് കരുതാം. സമീപകാലത്ത് ഇന്ത്യ ഇവിടെ തോറ്റൊരു ചരിത്രമാണുള്ളത്. 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലും ഏറ്റവും ഒടുവിൽ സൂപ്പർ 8-ലും ഒക്കെ തന്നെ ഇന്ത്യ തോറ്റിട്ടുണ്ട്. പക്ഷേ ആ ഭാഗ്യം, ആ നിർഭാഗ്യത്തിൻ്റെ കാലമൊക്കെ തന്നെ കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ എന്തായാലും ജയിക്കുമെന്ന വലിയ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഇത്തവണ കീഴടങ്ങാനാവില്ല, ഇല്ലെങ്കിൽ ഇത്തവണ കണ്ണീരോടെ മടങ്ങാനാവില്ല. ഈ കാഴ്ചകൾക്കാണോ എത്ര സന്തോഷത്തോടു കൂടിയാണ് ആരാധകർ എത്തുന്നത്. അവർക്കൊരിക്കലും ഈ തലകുനിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥ സൂര്യകുമാർ യാദവും സംഘവും വരുത്തില്ല എന്ന് നമുക്ക് കരുതാം. 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ നമുക്ക് അത്ര നല്ല റെക്കോർഡല്ല. ഇതുവരെ അവർക്കെതിരെ കളിച്ച 3 മത്സരങ്ങൾ നമുക്ക് തോറ്റ ഒരു ചരിത്രമാണുള്ളത്. പക്ഷേ ന്യൂസിലാൻഡിനാകട്ടെ ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ പോലെ തന്നെ അത്ര നല്ല റെക്കോർഡൊന്നല്ല ഉള്ളത്. അവരുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വിജയം 2020 ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. 168 റൺസിൻ്റെ ആ വമ്പൻ ജയം, അതും ന്യൂസിലാൻഡിനെതിരെയാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അവരും ഇവിടെ ദക്ഷിണാഫ്രിക്കയോട് തോറ്റു. അങ്ങനെ എല്ലാം കൊണ്ടും വെച്ച് നോക്കുമ്പോൾ ഇരു ടീമുകൾക്കും അത്ര വലിയ ഭാഗ്യഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും ഇത്തവണ കളി മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഹായ് സാർ. ഹായ്. Definitely India will win. Definitely 100% India will win and Abhishek will deliver today. അഭിഷേകിനെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. അഭിഷേക് ഫോമിലല്ല എന്നുള്ളത് ഇന്ത്യക്ക് ചെറിയ തലവേദനയാണ്. പക്ഷേ അഭിഷേക് ഈ മത്സരത്തിലെങ്കിലും തിളങ്ങുമില്ലെങ്കിൽ അഭിഷേക് തകർത്തടിക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്ന ധാരാളം ആളുകളെ കണ്ടു. ഒരുപക്ഷെ അഭിഷേകിൻ്റെ ദിനം ഇതാവും. കഴിഞ്ഞ ലോകകപ്പിൽ വിരാട് കോഹ്ലി ഇതുപോലെയായിരുന്നു. അവസാന മത്സരം വരെ കളിച്ചില്ല, പക്ഷേ ഫൈനൽ മത്സരത്തിൽ തിളങ്ങുന്ന എല്ലാവരുടെയും മുഖത്ത് നിറപുഞ്ചിരി, ഇല്ലെങ്കിൽ വലിയ സന്തോഷം. ഈ ആഘോഷം നിലനിൽക്കട്ടെ, ഈ ഒരു സന്തോഷം നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ 1,35,000 ഒക്കെ തന്നെ കാണികൾ ഒരു തലകുനിച്ച് മടങ്ങുക, അല്ലെങ്കിൽ നിരാശരായി മടങ്ങി വരിക എന്നുള്ള ഒരു കാഴ്ച നമുക്ക് അംഗീകരിക്കാനാവില്ല. ന്യൂസിലാൻഡിനോട് ദേഷ്യമുള്ള ആരും തന്നെ ഉണ്ടാവില്ല. ദക്ഷിണാഫ്രിക്കയെ പോലെ തന്നെ ന്യൂസിലാൻഡിനെയും ഇഷ്ടപ്പെടുന്ന, മിച്ചൽ സാന്നറെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രണ്ടൻ മക്കലത്തിൻ്റെ പിന്മുറക്കാരെ ഇഷ്ടപ്പെടുന്നവരാകാം നമ്മൾ ഇന്ത്യക്കാരൊക്കെ തന്നെ. പക്ഷേ ഈ മത്സരം നമുക്ക് നിർണായകമാണ്. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഈ ഒരു ഫൈനൽ വരെ എത്തി കീഴടക്കുക എന്ന് പറയുന്നത് ഒരു ടീമിനും സന്തോഷം നൽകുന്നില്ല. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ, അതും 2023 ആ വലിയ നിരാശ രോഹിത്തും കോഹ്ലിയും ഒക്കെ തന്നെ തല കുനിച്ച് മടങ്ങുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. I hope India wins today because New Zealand is a tough team today as well. അതിന് എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്, സന്തോഷത്തിലാണ്. എന്തായാലും ഈ പറഞ്ഞ് അവസാനിപ്പിക്കാതെ തന്നെയാണ്. ഒരിക്കൽ കൂടി അങ്ങനെ ഒരു നിരാശയോട് മടങ്ങേണ്ട ഒരാവശ്യമില്ല. ഒരുപക്ഷെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമുക്കത്ര നല്ല ഭാഗ്യമല്ല. 32 കളികൾ ICCയുടെ സമീപകാലത്ത് കിടന്ന 32 മത്സരങ്ങളിൽ 2 മത്സരങ്ങളെ നമ്മൾ തോറ്റിട്ടുള്ളൂ. ആ 2 ഇവിടെയാണെന്ന
ഒരു ചെറിയ നിരാശ അല്ലെങ്കിൽ ഒരു കേഴ്സ് എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ ആ കേഴ്സ് ഇന്ന് മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ വെക്കേണ്ടത്. സഞ്ജു മിന്നിക്കുമെന്ന് തന്നെ കരുതാം. സഞ്ജു ഈഡൻ ഗാർഡൻസിലും വാങ്കഡയിലും തകർത്തടിച്ചു. കളിയിലെ താരമായി ഇന്നുകൂടി സഞ്ജുവിൽ നിന്ന് നല്ലൊരു നോക്ക് വന്നാൽ, കളിയിലെ താരമായാൽ ടൂർണമെൻറ്റിൻ്റെ താരമാകാൻ വരെ സാധ്യതയുണ്ട്. സഞ്ജുവിനായി വോട്ട് ചെയ്യാനൊക്കെ തന്നെ കാലത്ത് കണ്ട ആൻഡ്രു അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം പ്രതീക്ഷ ഇത്തവണ തന്നെ ഇന്ന് കണ്ട മറ്റൊരു കൗതുകകരമായ കാര്യം, വിരാട് കോഹ്ലിയുടെ ജേഴ്സിയൊക്കെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കോഹ്ലി കളിക്കാനില്ലെങ്കിൽ പോലും കോഹ്ലിയുടെ ജേഴ്സിക്ക് 250, നമ്മുടെ സഞ്ജുവിൻ്റെ ജേഴ്സിക്ക് 350. സഞ്ജുവിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരുപക്ഷെ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാർ വളർന്നു വരുന്നു. ശുഭ്മാൻ ഗില്ലിന് സാധിക്കാത്തത് സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിൻ്റെ ഗ്രാഫ് തന്നെ ഉയരുന്നത് കഴിഞ്ഞ അങ്ങനെ വലിയ രീതിയിൽ സഞ്ജു തകർത്തടിക്കട്ടെ. സഞ്ജുവിൻ്റെ ദിനമാവട്ടെ. സഞ്ജു ഒരിക്കൽ കൂടി തിളങ്ങട്ടെ. കാത്തിരുന്ന നിമിഷം. ഈ ഒരു മത്സരം സഞ്ജുവിന് കൂടി വേണ്ടി ജയിക്കേണ്ടത് അനിവാര്യമാണ്. സഞ്ജു കളിയിലെ താരമാവാനും ടൂർണമെൻറ്റിൻ്റെ താരമാവാനും കാത്തിരിക്കുകയാണ് അഹമ്മദാബാദ്. ഒന്നടങ്കം ആവേശക്കടൽ ഇടകി വരുന്നു, നീലക്കടൽ ഇളകി വരുന്നു. ഇന്ത്യയുടെ ജയം കൊതിച്ച് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ 1 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ. ഇത്തരം ഒറ്റപ്പെട്ട കാഴ്ചകൾ കൂടിയുണ്ട് ന്യൂസിലാൻഡ്. ഹായ്, you see the crowds, lots of it's literally like a blue sea. Sea of blue. It is a sea of blue with no black. Where's the other supporters? Oh, I hope so, but we'll see what happens. It's been some good cricket the last couple of weeks, so hopefully we can come out on top. Hopefully. Thank you. Have a nice day. ഓക്കെ, ഇതുപോലെ ഒറ്റപ്പെട്ട ചില ന്യൂസിലാൻഡ് ആരാധകരുമുണ്ട്. ന്യൂസിലാൻഡിനോട് ഒരു കാലത്തും ഇന്ത്യക്കും ഇന്ത്യൻ ആരാധകർക്കും ഒരു പ്രശ്നങ്ങളില്ല. ബ്രണ്ടൻ മക്കലത്തിൻ്റെ പിന്മുറക്കാർ, സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ പിന്മുറക്കാർ, അവരെയൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ മത്സരം ഇന്ത്യക്ക് വേണം. ഈ മത്സരം ഇന്ത്യക്ക് ജയിച്ചേ തീരൂ എന്നുള്ളൊരവസ്ഥ തന്നെയാണ് ഹാഷ്മി. അപ്പോൾ എന്തായാലും ആരാധകരുടെ പ്രതീക്ഷ അത് തന്നെയാണ്. കഴിഞ്ഞ 2 കളികളിലും മിന്നുന്ന പ്രകടനം. ഏതെങ്കിലും തരത്തിലുള്ള സാധാരണഗതിയിൽ സഞ്ജുവിനെതിരെ ഉയരാനുള്ള ആരോപണം ഈ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടുന്നു. അങ്ങനെ പോയ 2 കളിയിലും സമ്മർദ്ദങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള അസാധ്യമായ കളി കളിച്ച സഞ്ജു 3ാമത്തെ കളിയിൽ കൂടി വിജയിപ്പിക്കുന്നു. എന്താണ് അടിച്ചു കയറുമെന്നും ആ അടിച്ചു കയറിലൂടെ ഇന്ത്യൻ ടീം കപ്പെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ അല്പസമയത്തിനകം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കയ്പമംഗലം MLA E.T. ടൈസൺ മത്സരിക്കും. 3 ടേം പൂർത്തിയാക്കി ടൈസൺ ഇളവ് നൽകും. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ TT ജിസ്മോൻ മത്സരിക്കും. നാട്ടികയിൽ സിറ്റിംഗ് MLA CC മുകുന്ദന് സീറ്റില്ല. പകരം ഗീതാഗോപി മത്സരിക്കും. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ മത്സരിക്കും. തൃശൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച പിന്നീടാണ്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ പേരും തൃശൂരിൽ പരിഗണനയിലുണ്ട്. ഷഫീദ് റാവത്ത് വിളിച്ചിരുന്നു. ഷഫീദ്, 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി ടൈസൺ മാസ്റ്റർ മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിൽ ചർച്ച മാറ്റിവെച്ചിരിക്കുന്നത് VS സുനിൽകുമാറിന് ഇനിയും ഒരു ലൈഫ് ഉണ്ട് എന്നർത്ഥവുന്നുണ്ടോ ഷഫീദ്? വേണമെങ്കിൽ നമുക്ക് അക്കാര്യത്തെ അങ്ങനെ കൂടി വ്യാഖ്യാനിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ച് കൗൺസിലിലേക്ക് എത്തി പാസ്സാക്കിയതല്ല. പലതരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീടാണ് കൗൺസിലിലേക്ക് എത്തി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ജില്ലാ പട്ടികയിൽ നേരത്തെ തന്നെ പറഞ്ഞ പേരുകളും ഒഴിവാക്കിയ പേരുകളെ കുറിച്ചും ഒക്കെ കാര്യമായിട്ടുള്ള ചില തർക്കങ്ങൾ നടന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥിത്വം അത് പറവൂരിൽ E.T. ടൈസൺ തന്നെ ഇറങ്ങും. കയ്പമംഗലം MLA E.T. ടൈസൺ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിടാൻ ഇറങ്ങും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇളവ് നൽകിയാണ് മത്സരത്തിന് എത്തിയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കമ്മിറ്റി നൽകിയ പേരുകൾ തള്ളി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റു പേരുകൾ നോക്കിയാൽ അതിൽ നാട്ടികയാണ്. നാട്ടികയിൽ സിറ്റിംഗ് MLA CC മുകുന്ദന്റെ സീറ്റില്ല. വിവാദങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം ഗീതാഗോപിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ MLA ആണ്. അദ്ദേഹത്തെ തന്നെ പരിഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പുനലൂരിൽ അജയ് പ്രസാദ് നായർ കാൻഡിഡേറ്റായി കൂടി വ്യാഖ്യാനിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ചാത്തന്നൂരിൽ R. രാജേന്ദ്രൻ സീനിയർ നേതാവാണ്. ജയലാൽ ആദ്യമായി MLA ആയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചത് അത് R. രാജേന്ദ്രനായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് R. രാജേന്ദ്രൻ. അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു. ഇനി മറ്റ് കാൻഡിഡേറ്റ്ഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന തൃശൂർ സീറ്റാണ്. തൃശൂർ സീറ്റിൽ ചർച്ച പിന്നീട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ പേരുകളടക്കം അതിന്റെ ഒപ്പം ആലങ്കോട് ലീലാകൃഷ്ണന്റെ പേരും ചർച്ചയിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂവാറ്റുപുഴയിൽ N. അരുണും അതേപോലെ ഹരിപ്പാട് ജിസ്മോനും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി CPI തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ പുറത്തേക്ക് വരികയും ചെയ്യും. ഹാഷ്മി. ഓക്കെ, പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തനായ ഒരു നേരത്തെ CPIയിൽ നിന്ന് ആ സീറ്റ് CPM-ന് വേണം എന്ന തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ CPI സീറ്റ് കൊടുക്കില്ല എന്ന കർശനമായ നിലപാട് സ്വീകരിച്ചതും അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഇട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ തളയ്ക്കുക. 4 നൂറ്റാണ്ടായി പറവൂരിൽ നിന്ന് ജയിച്ചു വന്ന് പ്രതിപക്ഷ നേതാവിനെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് E.T. ടൈസനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികൾ അങ്ങനെ മുന്നണികൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ അന്തിമഘട്ട സ്ഥാനാർത്ഥി ഫൈനൽ ലിസ്റ്റിംഗിന്റെ അവസാന മണിക്കൂറുകളാണ്. വരുമ്പോൾ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയാകാൻ പോകുന്ന ലിസ്റ്റിംഗ് ആണത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടൗൺഷിപ്പ് സന്ദർശന വിവാദത്തിൽ മമ്മൂട്ടി ഫോണിൽ വിളിച്ചെന്ന് 24 വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. അപമാനിച്ചുവെന്ന് കണക്കാക്കേണ്ട എന്ന് പറഞ്ഞു മമ്മൂട്ടി.
വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കെ റഫീഖ് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി എത്തിയത്. ആള് കൂടിയപ്പോൾ നിയന്ത്രിക്കാനായി CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ശ്രമിച്ചു. സ്വകാര്യ സന്ദർശനത്തിൽ രാഷ്ട്രീയ നിറം കലർത്തേണ്ട എന്ന തരത്തിൽ മമ്മൂട്ടി പറഞ്ഞ വീഡിയോ വൈറലായി. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും വിയോജിച്ചും ചർച്ച ഉയർന്നു. സൈബർ ആക്രമണം തള്ളി മന്ത്രി P. രാജീവ് രംഗത്തെത്തി. ഇതിനൊന്നും ചില ആളുകൾ എന്തെങ്കിലും പ്രതികരണം നടത്തി, അതൊന്നും അല്ലല്ലോ ഇവിടെ നാം കാണേണ്ടത്. എന്താ അദ്ദേഹത്തെ പോലൊരാൾ നടത്തി ഇതിന്റെ മികവ്, അത് ഈ പദ്ധതി അംഗീകരിക്കൽ ലോകത്തിന് മുൻപിൽ അദ്ദേഹം അവിടെ പോയതോടുകൂടി കുറെ കൂടി വിസിബിലിറ്റി ആ പദ്ധതിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ തോന്നിയതിന് മമ്മൂട്ടിയെ പോലുള്ള മഹാനടനോട് കേരളം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മമ്മൂട്ടി ഫോണിൽ വിളിച്ച കാര്യം റഫീഖ് ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് സ്ഥിരീകരിച്ചു. അപമാനിച്ചതായി കണക്കാക്കേണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞതായി കെ റഫീഖ് വ്യക്തമാക്കി. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കെ റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 വയനാട്. മധ്യപൂർവേഷ്യയിൽ 9ാം നാളും സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ അയവില്ല. ഇറാനിലെ നജഫാബാദിൽ ഇസ്രായേലിന് മിസൈൽ ആക്രമണം ഉണ്ടായി. ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അതിനിടെ ഇറാനിൽ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ സമവായമായെന്ന് സൂചന നൽകിയ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് അംഗങ്ങൾ ഖമനയുടെ പിൻഗാമിയെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണാതീതമായി തുടരുകയാണ്. അതിനിടെ ഇറാനിലെ നജഫാബാദിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമുണ്ടായി. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും ആക്രമണമുണ്ടായതിനെ തുടർന്ന് 20-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂത്തിലെ ഹോട്ടലിലേക്ക് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ 4 IRGC ഗുഡ്സ് ഫോഴ്സ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. IRGCയുടെ 16 വിമാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. US സൈനികർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലുണ്ടെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ വാദം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തള്ളി. ഇസ്രായേലിൽ 1920 പേർ യുദ്ധത്തിൽ പരിക്കേറ്റ ആശുപത്രികളിലാണെന്ന് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഇറാനിലെ പരമോന്നത നേതാവിന്റെ കാര്യത്തിൽ സമവായത്തിലെത്തിയതായി അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ 2 അംഗങ്ങൾ വ്യക്തമാക്കി. ഖമനയുടെ പിൻഗാമിയായി ആരു വന്നാലും അവരെ ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനിലെ ഭരണകൂടത്തെ ഇല്ലാതാക്കുക വഴി ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസറിൽ നിന്നും മോചനമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അടിസ്ഥാന വേതനത്തിൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാരും മാനേജ്മെന്റുകളും നടത്തിയ ചർച്ച ഭാഗിക വിജയം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ സമരം ഭാഗികമായി അവസാനിപ്പിക്കും. അടിസ്ഥാന ശമ്പളം 32,700 ആക്കാം എന്ന് അംഗീകരിച്ച ആശുപത്രികളിലെ സമരമാണ് അവസാനിപ്പിക്കുക. ഓൾ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അസോസിയേഷന് കീഴിലുള്ള 5 ആശുപത്രികൾ നഴ്സുമാർ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പു നൽകി. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം അംഗീകരിക്കാനാകില്ല എന്നാണ് മറ്റു ആശുപത്രി ഉടമകൾ സ്വീകരിക്കുന്ന നിലപാട്. നഴ്സ് സമരത്തിൽ തൃശൂരിൽ നടന്നത് മണിക്കൂറുകൾ നീണ്ട ചർച്ച. ഒടുവിൽ സമരത്തിൽ ഭാഗിക വിജയം. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന നഴ്സുമാർക്ക് 32,700 രൂപ മൊത്തം ശമ്പളമാകും. നിലവിലുള്ള സ്റ്റാഫ് നഴ്സുകൾക്ക് 8,000 മുതൽ 12,000 രൂപ വരെ ശമ്പള വർധനവ് നൽകും. ഇതടക്കമുള്ള UNAയുടെ ആവശ്യങ്ങളാണ് ചർച്ചയുടെ ഭാഗമായ ആശുപത്രികൾ അംഗീകരിച്ചത്. ഓൾ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അസോസിയേഷന് കീഴിലെ ആശുപത്രികളിൽ ട്രെയിനി നഴ്സ് സമ്പ്രദായം നിർത്തലാക്കാനും തീരുമാനമായി. അതായത് 1,333 രൂപ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഇപ്പോൾ പുതിയ രീതി പ്രകാരം 1,500 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന നഴ്സുമാരായിട്ട് തൃശ്ശൂർ ജില്ലയിലെ നഴ്സുമാർ മാറും എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ തീരുമാനം തന്നെ കേരളം മുഴുവൻ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കരാർ ഒപ്പിടുന്ന മുറക്ക് ഇത് മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലെയും സമരം പിൻവലിക്കും. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം മുതൽ തന്നെ എല്ലാ നഴ്സുമാരുടെയും അക്കൗണ്ടുകളിൽ ഈ ശമ്പളം എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. 5 ആശുപത്രികൾ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടു. ചർച്ച നടത്തിയ ഓൾ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അസോസിയേഷന് കീഴിൽ വരുന്ന 100ഓളം ആശുപത്രികളും കരാർ അംഗീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരാറിൽ ഒപ്പിടാത്ത സ്വകാര്യ ആശുപത്രികളിൽ നാളെ മുതൽ സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിക്കുമെന്ന് UNA ഭാരവാഹികൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ 490ഓളം സ്വകാര്യ ആശുപത്രികളിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. 24 തൃശൂർ. ഇന്ത്യൻ ന്യൂസിലാൻഡ് ഫൈനൽ വരാൻ പോകുന്നു. 7 മണിക്കാണ്. അല്പസമയത്തിനും ടോസ്. ഫൈനൽ പവർ പ്ലേ ദിൽന മധു ചേരുന്നു. നമുക്ക് പിന്നെ കാണാം.